യു.എസിൽ മാത്രമല്ല, ലോക ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നു സൊഹ്റാൻ മംദാനി. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സൊഹ്റാൻ മംദാനിയെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തരെന്നാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സൊഹ്റാൻ മംദാനി മറ്റൊരു പ്രഖ്യാപനം നടത്തി. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തന്നെ തിരഞ്ഞെടുത്താൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നഗരത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല. നെതന്യാഹു വന്നാൽ ആ നിമിഷം ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമെന്നാണ് മംദാനി പറഞ്ഞത്. കുടിയേറ്റ വിരുദ്ധതയുടെ പേരിൽ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഫെഡറൽ ഏജൻസികൾ യു.എസിലെ വൻ നഗരങ്ങളിൽ വ്യാപക റെയ്ഡുകളും അറസ്റ്റ് നടത്തിയപ്പോൾ ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്കിലുമൊക്കെ വൻ പ്രതിഷേധങ്ങൾ റെയ്ഡിനെതിരെ അരങ്ങേറി. ന്യൂയോർക്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് 33-കാരനായ ഒരു യുവാവാണ്. ട്രംപിൻ്റെ നടപടികളെ ഫാസിസം എന്ന് വിശേഷിപ്പിച്ച ആ ചെറുപ്പക്കാരനാണ് ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നത്. മംദാനി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ്. ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും ഗുജറാത്തിലും ഉഗാണ്ടയിലും വേരുകളുള്ള സർവകലാശാല പ്രൊഫസർ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. ഉഗാണ്ടയിൽ ജനിച്ച സൊഹ്റാൻ 7-ാം വയസ്സിലാണ് യു.എസിലേക്ക് താമസം മാറിയത്. 2020 മുതൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ അസോസിയേയെ പ്രതിനിധാനം ചെയ്യുന്നു. മേയർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ന്യൂയോർക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മേയറാകും മംദാനി. ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിം എന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാകും. മലയാളികൾക്ക് നേരത്തെ സൊഹ്റാൻ മംദാനിയെ അറിയാം. 4 കൊല്ലം മുമ്പ് മംദാനി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റപ്പോഴായിരുന്നു മംദാനിയുടെ ആ പോസ്റ്റ്. CPMൻ്റെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു മേയറെയാണ് ന്യൂയോർക്ക് നഗരത്തിന് ആവശ്യമെന്നാണ് മംദാനി കുറിച്ചത്. മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ മംദാനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നായിരുന്നു ട്രംപിൻ്റെ വിമർശനം. മുമ്പും തീവ്ര ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു. ഡെമോക്രാറ്റുകൾ ഇത്തവണ അതിരുകടക്കുന്നു, മണ്ടന്മാരുടെ ഒരു നിര അയാളെ പിന്തുണയ്ക്കുന്നു, പലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന MP ചക്ക് ഷൂമറും പിന്തുണയ്ക്കുന്നു. ഇങ്ങനെ ഒരാളെയാണ് ഡെമോക്രാറ്റുകൾ മേയറാക്കുന്നത്. ഇങ്ങനെ പോകുന്നു ട്രംപിൻ്റെ വിമർശനം. കോർപ്പറേറ്റുകൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന, പലസ്തീനെ അനുകൂലിക്കുന്ന ഇസ്രായേലിൻ്റെ വിമർശകനായ ട്രംപിൻ്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന മംദാനിയെ ട്രംപ് ഭയന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിനിടെ ഏറ്റവും ഒടുവിൽ മംദാനിയെ പിന്തുണച്ച് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോചുൾ എത്തിയത് വലിയ വാർത്തയാകുന്നു. ഞാൻ സൊഹ്റാൻ മംദാനിയെ പിന്തുണയ്ക്കുന്നു. പ്രസിഡൻറ്റിൻ്റെ തീവ്ര അജണ്ടകളെ നേരിടുന്നതിൽ സൊഹ്റാൻ മംദാനിയും ഞാനും നിർഭയരായി മുന്നോട്ടു പോകും, അദ്ദേഹം പറഞ്ഞു. ഈ തീരുമാനം നിലവിലെ മേയർ എറിക് ആഡംസിനും മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയ്ക്കും തിരിച്ചടിയാണ്. ഇരുവരും പൊതുതെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മംദാനിക്കെതിരെ സ്വതന്ത്രരായി മത്സരിക്കുന്നവരാണ്. പ്രൈമറിയിൽ ക്യൂമോയെ പരാജയപ്പെടുത്തി മംദാനി ഞെട്ടിച്ചിരുന്നു. വാടക മരവിപ്പിക്കുക, സൗജന്യ ശിശു സംരക്ഷണം, നഗരത്തിൻ്റെ ഉടമസ്ഥതയിൽ നിത്യോപയോഗ സാധന കടകൾ സ്ഥാപിക്കുക തുടങ്ങിയ ജനപ്രിയ വാഗ്ദാനങ്ങളാണ് മംദാനി ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.